ശരീരത്തിന് വ്യായാമം പോലെയാണ് മനസ്സിന് വായന. കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കഥകൾ പറഞ്ഞിരിക്കാനും പുസ്തകങ്ങൾ വായിക്കാനും ചായ കുടിക്കാനും ചർച്ചകളിൽ ഏർപ്പെടാനും ഒക്കെ ഒരു കിടിലൻ സ്ഥലമുണ്ട്. എന്നാൽ പിന്നെ ആ സ്ഥലത്തിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോയാലോ? സാർ, നമുക്കിപ്പോൾ ഒരു ചായ കുടിച്ചുകൊണ്ട് തന്നെ ചർച്ച ആരംഭിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നു സാറിൻ്റെ ബുക്ക് മാർക്കിലേക്കുള്ള ഒരു ജേണി? എങ്ങനെയായിരുന്നു? കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ ഒരു പുതിയ സംരംഭമാണ് കഫേ ബുക്ക് മാർക്ക്. അപ്പോൾ ഇങ്ങനൊരു ആശയം രൂപപ്പെട്ടതിൻ്റെ കാരണം തിരുവനന്തപുരം സിറ്റിയിൽ ഒരുപാട് വായനശാലകളുണ്ട്, ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഈ വായനശാലകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ സ്വസ്ഥവും സമാധാനവുമായിട്ട് ഒരു പ്രൈവസിയോട് കൂടി വന്നിരുന്ന ബുക്ക് വായിക്കാനും ആവശ്യമുള്ള ബുക്ക് വാങ്ങാനും ഒരു ചെറിയ ചർച്ച നടത്താനൊക്കെ ഉള്ള ഒരു സ്പേസ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സ്പേസ് എന്നുള്ളൊരു സങ്കല്പമാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ പോയി ആളുകൾക്ക് ഇരിക്കാം, കുറച്ച് നേരമൊക്കെ ഇരിക്കാം. പക്ഷേ നല്ല പുസ്തകങ്ങൾ ഉള്ളിടത്തും നല്ല തിരക്കുണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ ഇപ്പോൾ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവരുമുണ്ട്. അതിൽ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. ഈ ലൈറ്റിൻ്റെ കീഴിലിരുന്നിട്ട് വളരെ സീരിയസ് ആയിട്ട് കുട്ടികൾ വായിക്കുന്നത് കാണുന്നുണ്ട്. സ്ഥിരം കാഴ്ചയാണ്. ഒരുപക്ഷെ വീട്ടിൽ ഇരുന്ന് ഇത്രയും മറ്റുള്ളവരുടെ പ്രേരണയില്ലാതെ വായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ സ്വയം തോന്നി വന്നിരുന്ന് വായിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ വായന നശിച്ചു എന്നൊക്കെ ആൾക്കാർ പൊതുവെ പറയുന്ന പരാതിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഏത് മനുഷ്യനായാലും അയാളുടെ ഒരു പ്രൈവസി, അയാളുടെ ഒരു കംഫർട്ട്, അയാളുടെ ഒരു ഏകാഗ്രതയ്ക്ക് ഭംഗം വരാത്ത രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി പുസ്തകങ്ങളിലേക്ക് വരും. പുസ്തകങ്ങൾ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത്, അതിനൊപ്പം പുസ്തകങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളത് കൂടി ഒരു ദൗത്യമായിട്ട് കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് കാണുന്നു. അപ്പോൾ ഈ ലൈബ്രറിയിലേക്ക്, വായനയിലേക്ക്, പുസ്തകങ്ങളിലേക്ക് ആളുകളെ എത്തിക്കാൻ ഉള്ള ഒരു ചെറിയ പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ ഉണ്ടാകുക, പ്രതീക്ഷിക്കുന്ന ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, ഏകാന്തത അനുഭവിക്കാനുള്ള സൗകര്യം നമ്മൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെ ആകുമ്പോൾ ആളുകൾ വായനയിലേക്ക് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വായിക്കാനുള്ള പ്രവണത എന്നും മനുഷ്യൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ അതിനെ നമുക്ക് എൻറിച്ച് ചെയ്യാനുള്ള സിറ്റുവേഷനാണ് പ്രധാനം. ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചത്. ഇവിടെ സിറ്റിയിൽ തന്നെ വളരെ കാം എൻവയോൺമെൻറ്റിൽ വായിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണ് ഇവിടെ ഉള്ളത്. പിന്നെ നല്ല ബുക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചത് വയലാറിൻ്റെ കവിതകളുണ്ട്. ഇതിപ്പം കുന്തേരിയുടെ പുസ്തകമാണ് ഞാൻ എടുത്തത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബുക്സ് ഉണ്ട്, ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആയിട്ട്. സമാധാനമായിട്ട് ചായയോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരുന്ന് വായിക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണ് ഉള്ളത്. പിന്നെ സൈലൻ്റാണ്, നമ്മൾ ഫോണൊന്നും അധികം ഉപയോഗിച്ച് കാണുന്നില്ല, കൂടുതലായിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ചുറ്റുപാട് കഫേയിൽ പോയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും, എങ്കിലും പൊതുവിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ കഫേ ബുക്ക് മാർക്ക് ഒരു വേറിട്ട ഒരു ഐഡിയ ആയിട്ട് തന്നെ നിൽക്കുന്നു എന്ന് തോന്നുന്നു. വളരെ സന്തോഷം. പ്രേക്ഷകർക്കെല്ലാം ഒരുപോലെ അറിയാൻ ആഗ്രഹമുള്ളതാണ്, എവിടെയാണ് ഈ കഫേ ബുക്ക് മാർക്ക് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളത്. കഫേ ബുക്ക് മാർക്ക് VJT ഹാൾ, അതായത് അയ്യങ്കാളി ഹാളിൻ്റെ പരിസരത്താണ്. ആ പ്രിമൈസസ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു ബുക്ക് സ്റ്റോളായിരുന്നു, അത് കൺവേർട്ട് ചെയ്തിട്ടാണ് കഫേ ബുക്ക് മാർക്ക് രൂപപ്പെടുത്തിയത്. ഇവിടെ മെമ്പർഷിപ്പിൻ്റെ ആവശ്യമില്ല, ആർക്കും ഇവിടെ കടന്നു വരാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 9 വരെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവധി ദിവസങ്ങളിലാണല്ലോ ആളുകൾക്ക് കൂടുതൽ പുറത്തിറങ്ങാനുള്ള സൗകര്യമുള്ളത്. അപ്പോൾ ആ ദിവസങ്ങൾ തീർച്ചയായിട്ടും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എത്ര നേരം വേണമെങ്കിലും പുസ്തകങ്ങൾ വായിക്കാം. ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്യാം. വിൽപ്പനയിലൂടെയുള്ള വരുമാനമാണ് കഫേ ബുക്ക് മാർക്കിൻ്റെ വരുമാനം. വായിക്കുക എന്നത് മനുഷ്യന് മാത്രമുള്ള ഒരു സിദ്ധിയാണ്. പ്രത്യേകിച്ചും നമ്മുടെ മലയാളികൾ ഏറെക്കുറെ ഒരു 100% സാക്ഷരതയുള്ളൊരു സംസ്ഥാനമാണ്. ധാരാളം ലൈബ്രറികൾ നമുക്കുണ്ട്. ഒരുപക്ഷെ ഇത്രയധികം ലൈബ്രറികളുള്ള ഒരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടോ എന്ന് സംശയമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ കണ്ടത് UP പോലെയുള്ള സംസ്ഥാനത്ത് 70 ലൈബ്രറിയേ ഉള്ളൂ എന്നാണ്. പക്ഷെ നമ്മുടെ ഒരു ജില്ലയിലെ ആയിരക്കണക്കിന് ലൈബ്രറികളുണ്ട്.
പക്ഷേ നമുക്കൊരു വായനാ സംസ്കാരത്തിൽ ധാരാളം വ്യത്യസ്തമായ അനുഭവ തലങ്ങൾ ആവശ്യമുണ്ട്. ഒരു വായന തന്നെ ഒരു സർഗാത്മക പ്രവർത്തനമാണ്. അതിനെ കൂടുതൽ ആസ്വാദികരവും ക്രിയാത്മകമാക്കുന്നതിന് ഇത്തരം കഫേകൾ വേണം. പിന്നീട് ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചയോ ആലോചനകളോ സൗഹൃദ കൂട്ടായ്മയോ അങ്ങനെയൊക്കെയുള്ളൊരു കൾച്ചറൽ മീറ്റിംഗ് പോയിന്റ് എന്നുള്ള നിലയ്ക്കും ഇതിനെ വിഭാവനം ചെയ്യുന്നുണ്ട്. 15 പേർക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു ചെറിയ സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറത്തിരിക്കാനുള്ള സൗകര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വായന ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും ബുക്ക് മാർക്കിലേക്ക് എത്തുക. നിങ്ങൾക്ക് പ്രായഭേദമന്യേ വായിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നല്ല രീതിയിൽ ചർച്ചകളും വായനയും ഒക്കെ ആയിട്ട് യുവതലമുറ വളരട്ടെ അല്ലേ സാർ? തീർച്ചയായിട്ടും.